കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട എംപിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകളാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. രാജ്മോഹൻ ഉണ്ണിത്താൻ മുതൽ ആറ്റിങ്ങൽ എംപി അടൂർ പ്രകാശ് വരെയുള്ള, അതിനിടയിൽ വയനാട് എംപിയായി തിരഞ്ഞെടുക്കപ്പെട്ട രാഹുൽ ഗാന്ധിയുടെ രാജി നേരത്തെ അറിയിച്ചിരുന്നു പ്രോട്ടം സ്പീക്കർ സഭയിൽ. ആറ്റിങ്ങൽ എംപി അടൂർ പ്രകാശ് വരെയുള്ളവരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് പൂർത്തിയായി. ശശി തരൂർ വിദേശത്തായതിനാൽ അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് പിന്നീടായിരിക്കും. അനൂപ് ദാസ് വിവരങ്ങളുമായുണ്ട്. അനൂപ്, കേരളത്തിൽ നിന്ന് എംപിമാർ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. കുമ്പക്കൊടി സുധാകരൻ എന്ന ഞാൻ നിയമപ്രകാരം ഏർപ്പെടുത്തപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പ്രദർശിപ്പിച്ചു കൊള്ളാമെന്നും ഇന്ത്യയുടെ പരമാധികാരത്തെയും ശശി തരൂർ ഒഴികെയുള്ള കേരളത്തിലെ എംപിമാരാണ് ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള എംപിമാരുടെ സത്യപ്രതിജ്ഞയിൽ നിന്ന് കേരളത്തിലെ എംപിമാരുടെ സത്യപ്രതിജ്ഞയെ വ്യത്യസ്തമാക്കുന്നത് മിക്കവാറും എംപിമാർ കയ്യിൽ കരുതിയ ഭരണഘടനയാണ്. കെ.സി. വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ഒപ്പം കൊടിക്കുന്നിൽ സുരേഷ്, ഷാഫി പറമ്പിൽ, എം.കെ. രാഘവൻ ഉൾപ്പെടെയുള്ള എംപിമാരെല്ലാം വലതു കൈയിൽ ഒരു ഭരണഘടനയുടെ കോപ്പി കരുതിയിരുന്നു. ഇന്ന് രാവിലെ മുതൽ തന്നെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചാണ് ഇന്ത്യ സഖ്യ എംപിമാർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത്, സഭയ്ക്ക് പുറത്തും അകത്തും. ആ ഘട്ടത്തിൽ ഭരണഘടന കൂടുതൽ ഉയർത്തിപ്പിടിക്കേണ്ട ഘട്ടമാണ് ഇത് എന്ന പ്രഖ്യാപനമാണ് കേരളത്തിലെ എംപിമാർ നടത്തിയത്. എന്തായാലും വലിയ പ്രതിഷേധത്തിന്റെ ഭാഗമായി തന്നെ ഭരണഘടനയെ ചേർത്ത് പിടിക്കുന്ന കേരള എംപിമാരെയാണ് നമ്മൾ സത്യപ്രതിജ്ഞാ ചടങ്ങിലും കണ്ടത്. മാത്രവുമല്ല, ഒരു എംപി മാത്രമാണ്, കേരളത്തിൽ നിന്നുള്ള ഹൈബി ഈഡൻ മാത്രമാണ് ഹിന്ദിയിൽ സത്യപ്രതിജ്ഞ ചെയ്തത്. ബാക്കി എല്ലാവരും ഇംഗ്ലീഷോ, മിക്കവാറും ആളുകൾ മലയാളത്തിലോ ആണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ശശി തരൂർ സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല. അദ്ദേഹം വിദേശത്താണ്. വെള്ളിയാഴ്ച മടങ്ങിയെത്തിയ ശേഷം സത്യപ്രതിജ്ഞ ചെയ്ത് എംപി ആയി അധികാരമേൽക്കും. എന്തായാലും ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഭരണഘടനയുടെ ഒരു കോപ്പിയാണ് കേരളത്തിലെ എംപിമാരുടെ സത്യപ്രതിജ്ഞയെ ഇന്ന് ഈ 18 ലോക്സഭയുടെ ആദ്യ ദിവസത്തിൽ വ്യത്യസ്തരാക്കി നിർത്തുന്നത്.